അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സൊസൈറ്റിയാണ്. അവിടെ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ വരാൻ പറ്റുമോ? അവിടെ എല്ലാവരും വരും. പാലളക്കുന്നവർ വരും, ഇടപാട് വരും. അത് നിങ്ങൾ തീരുമാനിച്ച അങ്ങനെ ഞങ്ങളുടെ അറിവിലില്ല. നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലൊരു തയ്യാറാവുമല്ലോ. ഇപ്പോൾ ജനം ടി വിയോട് ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ BJP കിട്ടിയ ആയിരക്കണക്കിന് വോട്ട് എവിടെ പോയി? രാഹുലിന് കിട്ടിയില്ലേ? BJP കാരല്ലേ വോട്ട് ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യം നഗരസഭയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു രാധാകൃഷ്ണ, ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ലേ? എന്താ BJP കാർക്ക് ഇതിൽ എന്താ കാര്യം? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൺകുട്ടി നേരിട്ട സമാനതകളില്ലാത്ത അതിക്രമങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു. അതിനുശേഷവും രാഹുലിന് മാത്രം പ്രത്യേകമായ ഒരു പ്രിവിലേജ് ലഭിക്കുന്നു. എന്താ പ്രിവിലേജ്? കോൺഗ്രസിനുള്ളിൽ ലഭിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിതൊക്കെ വ്യാഖ്യാനിക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു നിഷ്പക്ഷമായ പത്രപ്രവർത്തനാണെങ്കിൽ ഒരു മുൻ MLA ജയിലിൽ കിടക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ. നിങ്ങൾക്ക് ഒരു വ്യഗ്രതയും കാണുന്നില്ലല്ലോ. എന്താ കാരണം? ഈ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ അതും ചർച്ച ചെയ്യും. ഇതാ പാലക്കാട് ആര് ചർച്ച? നിങ്ങളൊക്കെ അവരായിട്ട് നിങ്ങൾ ജനം അല്ല അതറിയാം. ഇപ്പോ അദ്ദേഹം പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? തന്ത്രിയും മന്ത്രിയുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പാണ് പോറ്റിയെ ഞാൻ വിശ്വസിച്ചത് എന്ന് പത്മകുമാർ പറയുന്നു. എന്താ നിങ്ങൾ കൊടുക്കാത്തത്? തന്ത്രി, അവിടെ ഉണ്ടായിരുന്ന തന്ത്രി, മന്ത്രി, ചുമതല വെച്ച മന്ത്രി, കമ്മീഷണർമാർ, ഇവർ പറയുന്നു ഈ പോറ്റി ഇടനിലക്കാരനായി ഈ സ്വർണം കള്ളക്കടത്ത് നടത്തിയല്ലോ. അദ്ദേഹത്തെയുള്ള അഭിവരുദ്ധമായുള്ള ബന്ധം കൊണ്ടാണ് ഞാനും അദ്ദേഹമായിട്ട് ഇടപഴകിയെന്ന് ഒരു മുൻ MLA, CPMന്റെ MLA പറഞ്ഞു. ജയിലിലാകാൻ MLA ഇന്ന് വരെ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയാൻ സമ്മതിക്കും, ഇന്ന് വരെ അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ CPM സ്വീകരിച്ചിട്ടുണ്ടോ? രാഹുലിനെതിരായി പരാതി വന്നു, നടപടി സ്വീകരിക്കട്ടെ. പാർട്ടി പരാതി വരുന്നതിന് മുമ്പ്, ഈ പുകമറ ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അത് നിങ്ങൾ എന്താ അനുവദിക്കാത്തത്? അതെന്താ നിങ്ങൾ സമ്മതിക്കാത്തത്? ഞാൻ ചോദിട്ടെ, അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ടത്. അതെ, അംഗങ്ങളിൽ ഒരാളാണ്. അത് എന്റെ അഭിപ്രായം ഞാൻ പാർട്ടി പറയും, പൊതു എന്നെ മധ്യത്തിൽ പറയാനില്ല. എനിക്ക് വ്യക്തമായ അഭിപ്രായം. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാൽ ഇവിടെ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയമല്ല പ്രധാനം. ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിക്കണമെന്നാണ്. ജീവിക്കാൻ മാർഗമില്ല. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും താവളമായി കേരളത്തെ മാറ്റി ക്രിമിനലുകൾ ഇറങ്ങി. ഇപ്പോൾ ഇന്നത്തെ വാർത്ത നിങ്ങളൊന്നും കാണുന്നില്ല. ഒരു CI, ഞാനൊന്ന് പറയട്ടെ, ഇപ്പം ഇടയ്ക്ക് വന്നിട്ട് ഒന്നും പറയല്ലേ, ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇതാണ് ഈ ഇടയ്ക്ക് കോലിട്ട് വെക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു CI പാലക്കാട് ജില്ലയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്തു. അതിന് നിങ്ങൾക്കൊരു വിലയില്ലേ? ആ CIന്റെ കഴിഞ്ഞ മാസം കൊടുത്ത മരണമൊഴി അദ്ദേഹം എഴുതി വെച്ചത് കോടതിയിൽ സമർപ്പിച്ചു. ഇന്നലെ അത് ലീക്കായി. ഒരു DYSP സ്ഥിരമായിട്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു. അതിന് കൂട്ടുകൊണ്ടുപോകുന്നത് CI. നമ്മുടെ കേരളത്തിലെ പോലീസിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും ഒരു ക്രിമിനലുകളുടെ ഒരു കേന്ദ്രമായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കല്ലേ? അതൊക്കെ ചർച്ച ചെയ്യണ്ടേ? അതൊക്കെ ചർച്ചയാവുമല്ലോ. ജനവിരുദ്ധമായ നയങ്ങൾ അദ്ദേഹത്തിന്റെ PA അല്ല ഞാൻ. ഈ ജനവിരുദ്ധമായിട്ടുള്ള ഒരുപാട് നയങ്ങളുണ്ട്. ഇതാണ് ഇപ്പൊ അത് നിങ്ങൾ MLA യോട് ചോദിക്കും. ഞാൻ MP ഇല്ലല്ല, ഈ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി വരട്ടെ. ഓരോരുത്തരും സമ്മതിക്കും. MP ഓഫീസ് 9:30 മണിക്ക് തുറക്കും, വൈകുന്നേരം 5:30 അടയ്ക്കും. നിങ്ങൾക്ക് എന്താ ആവശ്യമെങ്കിലും അവിടെ വരാം. മറ്റു കാര്യങ്ങൾ എന്റെ പരിധിപ്പെട്ടതല്ല. ഇപ്പോ പാലക്കാട് ജില്ലയിൽ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. പാലക്കാട് ജില്ലയിലെ ഒരു CI ആത്മഹത്യ ചെയ്തു, സർക്കിൾ ഇൻസ്പെക്ടർ. അദ്ദേഹം കുറ്റം ആരോപിക്കുന്നത് DYSP ആണ്. എവിടെ എത്തിയ അന്വേഷണം? നിങ്ങൾ ആലോചിക്കുക. ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുക. സ്ത്രീ പീഡന കേസാ, ബലാത്സംഗ കേസാണ് ആരോപണം. എന്ത് നടപടിയാ പോലീസ് എടുത്തത്? പോലീസിലെ ഈ ക്രിമിനൽ വൽക്കരണം എത്രമാത്രം ഭീകരാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാവും. ജനങ്ങൾക്ക് അരി കിട്ടാൻ നിങ്ങൾ ആ വിഷയം ഒരിക്കലും ആവില്ല. ജനങ്ങളുടെ മുമ്പിൽ ഈ സർക്കാരിന്റെയും പാലക്കാട് നഗരസഭയിലെ അഴിമതിയും അരാജകത്വം തമ്മിൽ തല്ലുമാണ് പ്രധാന ചർച്ചാ വിഷയം. അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസിന് നല്ല സാധ്യത ഉണ്ടായിരുന്നു. അത് നിങ്ങളങ്ങ് തീരുമാനിക്കല്ലേ? ഞാൻ പറയട്ടെ, അത് ഒരാളൊരു ചോദ്യം, നിങ്ങൾ 3 ആളൊരു ചോദ്യം, ഇയാൾക്ക് ചോദ്യം മറുപടി പറയട്ടെ. അരുൺ, ജനം TVക്ക്. അതായത് നിങ്ങളാണ് കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ തീരുമാനിക്കുന്നത് ആണോ? ഞാനൊന്ന് പറയട്ടെ. KPCC എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന്. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് പ്രചരിപ്പിക്കാൻ ഒന്ന് സഹായിക്കും.
വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് നിങ്ങൾ പോകണ്ട. ഇയാൾ MP യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും. അതിൽ തന്നെ ആ പരാതിയിൽ പറയുന്നത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും വിശദീകരിക്കണ്ട. പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പരാതി. സുഹൃത്തെ, ജീവൻ നഷ്ടപ്പെട്ട ഒരു വിഷയം CIയുടെ നിൽക്കുമ്പോൾ നിങ്ങൾ അതിന് ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഡിവൈഎസ്പി പ്രതി ഡിവൈഎസ്പി ആണ്, ഇതേ പോലീസാണ് പരാതി സ്വീകരിക്കുന്നത്. ആ ഡിവൈഎസ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? ശരി, നിങ്ങളൊരു കാര്യം നിങ്ങൾ ഒരാൾ ചോദിക്കാച്ചാൽ ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ പോകും. ഒരാൾ സംസാരിക്കും. അല്ല, നിങ്ങൾ എല്ലാരും കൂടി എന്താ അരച്ചു കയറുന്ന കണ്ടു കഴിഞ്ഞാൽ എന്താ അതൊക്കെ എല്ലാവർക്കും അറിയാം. MLA-ക്കെതിരെ ഈ MLA-ക്കെതിരെ പരാതി വന്നത് ഇക്ബാലെ റിപ്പോർട്ടർ ചാനലിലെ ഇന്നലെയല്ലേ? നിങ്ങൾ 3 മാസമായിട്ട് ആഘോഷിക്കുകയല്ലേ? 3 മാസം ഇതിന് വലിയ സംഭവങ്ങൾ കൂടെ നടക്കില്ലേ? പത്മകുമാർ വെളിപ്പെടുത്തിയ മന്ത്രിയായിട്ടുള്ള ബന്ധമല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യാത്തത്? നിങ്ങൾക്കൊക്കെ ചില രാഷ്ട്രീയ അജണ്ട ഉണ്ട്. ഞാൻ സംസാരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ചോദ്യത്തിനാണ്. അതിന് കൃത്യമായിട്ട് മറുപടി പറയട്ടെ. നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം, പരാതി തന്നു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, നിയമപരമായിട്ട് അന്വേഷിക്കട്ടെ. പോലീസ് കോൺഗ്രസ് അല്ലല്ലോ, ഇവിടെ ഭരിക്കുന്നത് UDF അല്ലല്ലോ, LDF ഭരിക്കുന്നു. പോലീസ് നിഷ്പക്ഷമാണെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ. അതിലെന്താ തെറ്റ്? ഞാൻ പറഞ്ഞല്ലോ, അതിനെ ന്യായീകരിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ ഗൗരവം ഒന്നും പഠിപ്പിക്കേണ്ട. അത് നമ്മുടെ ചാനലിനെ ഗൗരവം പഠിപ്പിക്കുക. നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ വേണ്ടി ചാനലിനോട് പറയട്ടെ. ഇതിൽ പ്രധാനമായും കോൺഗ്രസ് എന്തിനാണ് ഇത്ര ഒരു ബാധ്യത ഏറ്റെടുത്തെന്നുള്ള ചോദ്യമാണ്. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിശാലമായി രാഹുൽ എല്ലായിടത്തും പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എന്തിനാണ് ഉണ്ടാക്കി കൊടുത്തത്? ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടല്ലേ. നിങ്ങൾക്ക് ജനാധിപത്യ ബോധമില്ല. കാരണം അറിയോ, ഈ പാലക്കാട്ടെ ജനങ്ങൾ 18,000 വോട്ടിന് ജയിപ്പിച്ച ഒരു വ്യക്തി MLA എന്നുള്ള നിലയിൽ തുടരുകയാണ്. അതിന് നിയമപരമായി ഇപ്പം തടസ്സമൊന്നുമില്ല. ആദ്യം അത് മനസ്സിലാക്ക്. നിയമവും നീതിയൊക്കെ നിങ്ങളങ്ങനെ തീരുമാനിച്ച് നിങ്ങൾ ചോദിക്കേണ്ടതാണ് ശരിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ നിങ്ങളെ ചാനലിനെ കുറിച്ച് എന്താ നീതിബോധം എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ടല്ലോ. നിങ്ങൾ ആദ്യം നിങ്ങൾ നീതിബോധത്തോടുകൂടി പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. ഞങ്ങളെ നിയമവും നീതിയും നിയമനിർമ്മാണവും നടത്തിയ കോൺഗ്രസിനെ വല്ലാതെ ന്യൂസ് മലയാളം പഠിപ്പിക്കണ്ട. എന്താ പറഞ്ഞു? MLA ഓഫീസെല്ലാം പൂട്ടി ഇപ്പോൾ മാറി നിൽക്കുന്നത്, ഒളിവിൽ പോയൊരു സാഹചര്യമാണ്. ഒളിവിൽ ഇരുന്നുകൊണ്ട് 2 ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കുഴപ്പമില്ലെങ്കിൽ MP പറഞ്ഞതുപോലെ ഈ 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചൊരു വ്യക്തിക്ക് എന്തിനാ ഈ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ മാറി നിൽക്കണം? എന്തിനാ ഒളിവിൽ പോകണം? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും കൂട്ടത്തോടുകൂടി ആക്രമിക്കാൻ ചെല്ലുമ്പോൾ പിന്നെ ആളുകൾ എന്ത് ചെയ്യും? എന്താ ചെയ്യേണ്ടത്? നീ ഒരു കാര്യം, ഒരു സമാധാനപരമായിട്ട് MLA ഓഫീസ് പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ നീതി ന്യായ വ്യവസ്ഥയൊക്കെ കയ്യിലേന്തി നിങ്ങളൊക്കെ പറയുന്ന പോലെ നിയമം നീതി നടപ്പിലാക്കാൻ പോയാലേ എവിടെ എത്തും നമ്മുടെ സമൂഹം? അതിനല്ലേ അവർ നിയമപരമായി പറയട്ടെ. താങ്കൾക്ക് എന്ത് ഇത്ര വേവലാതി? എന്താ റിപ്പോർട്ടർ ചാനലിന് അജണ്ട? ഞാൻ ചോദിക്കട്ടെ കുട്ടി, ഒരു നിയമം ഒരു പരാതി കൊടുത്തു, പരാതി അന്വേഷിക്കേണ്ട റിപ്പോർട്ടർ ചാനലിലെ ആളാണോ? അവരാണ് അന്വേഷിക്കേണ്ടത്. കേരളത്തിലെ പോലീസിന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്താ ഇതിനു മുമ്പേ ഞാൻ ചോദിക്കട്ടെ, മുകേഷ് MLA-ക്കെതിരെ പരാതിയും കേസും അറസ്റ്റും നടന്നിട്ട് അദ്ദേഹം സുഖമായി നടക്കുന്നുണ്ടല്ലോ. അപ്പൊ റിപ്പോർട്ടർ ചാനലിലെ വായനാക്ക എവിടെയായിരുന്നു? ഞാൻ അതിനൊന്നും താരതമ്യം ചെയ്യില്ല. ഇല്ലല്ല, ഞാൻ ഇതിനൊന്നും താരതമ്യം ചെയ്യുന്നില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അതൊന്നും അറിയാം. എന്റെ പ്രതികരണമാണോ നിങ്ങളുടെ അഭിപ്രായം എന്റെ അടുത്ത് അടിച്ചേൽപ്പിക്കലാണോ? കുറച്ച് മാന്യത കാണിക്കും. നിങ്ങൾ മാധ്യമ പ്രവർത്തകരാ. ഒരാൾ ചോദിക്കും, ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് അങ്ങനെ മറുപടി. ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ടർ ചാനൽ പറ, നിയമപരമായിട്ടൊരു വ്യവസ്ഥയിൽ ഒരു പരാതി കൊടുത്തു. ആ പരാതി അന്വേഷിക്കാൻ ഇവിടെ പോലീസ് ഉണ്ടല്ലോ, ആഭ്യന്തര വകുപ്പുണ്ടല്ലോ. ആ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിന് സ്വാഗതം ചെയ്തു. അതൊക്കെ ഞാൻ ചോദിക്കട്ടെ ആരും ഒളിവ് പോയില്ല, അത് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ അയാളോട് പോയി ചോദിക്കും. ഞാൻ നിർത്തി, അയാളോട് പോയി ചോദിക്കും. ഈ വിഷയത്തിൽ MP നമ്മൾ ചോദിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും പറയുന്നത്, ഒന്ന് സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറയുന്നു, ഒന്ന് DYSP-യെ കുറിച്ച് പറയുന്നു. ഇതിലൊക്കെ ഉപരി ഇതൊക്കെ യാഥാർത്ഥ്യല്ലേ മക്കളെ? നിങ്ങൾ ഈ കോൺഗ്രസിന്റെ മേത്ത് മാത്രം കയറേണ്ട കാര്യമില്ല. സ്വർണ്ണക്കൊള്ളയും DYSP വിഷയമൊക്കെ വലിയ വാർത്ത തന്നെയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതേസമയം തന്നെ രാഹുൽ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതിൽ കോൺഗ്രസ് വ്യക്തമായ നിലപാട് ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പം? അതേ, നിങ്ങളുടെ ഒരു വ്യാഖ്യാനത്തിനൊന്നും മറുപടി പറയാൻ കിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക്
പരാതി നൽകിയാൽ അത് പരിശോധിച്ച് ആ നടപടിയെടുക്കേണ്ടത് ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസിന്റെ. ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ എന്നുള്ള അത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചോദിച്ചാൽ മതി. നിങ്ങൾ ആരെ കൂടെയാണ്? നിങ്ങൾ ഇപ്പൊ ചോദിച്ച രണ്ടുപേരില്ലേ? എനിക്ക് നിലപാടുണ്ട്. ഈ സംസ്ഥാനത്തും രാജ്യത്തും നിയമനിർമ്മാണം ഉണ്ടാക്കിയ കോൺഗ്രസ് പാർട്ടി നിയമനിർമ്മാണ സഭയിലെ ഒരംഗം എന്നുള്ള നിലയ്ക്ക് ഏതൊരു വ്യക്തിയും പരാതി പറയുകയാണെങ്കിൽ ആർക്കെതിരെയാണെങ്കിലും അത് അന്വേഷിച്ച് നിഷ്പക്ഷമായ നടപടി സ്വീകരിക്കണം പോലീസ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആ ഓഡിയോ സന്ദേശവും കേസും ഇതൊരു ഗൗരവ സ്വഭാവമുള്ളതാണെന്ന് അങ്ങ് ബോധ്യമില്ല. നിങ്ങൾ ഫോറൻസിക് ടെസ്റ്റ് നടത്തുക. ഓക്കെ, വളരെ ഗൗരവത്തിൽ. അങ്ങനെയാണ് പറയുന്നത്. അത് മതി, ഞാൻ പോട്ടെ, എന്റെ പരിപാടികളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വഴങ്ങി തന്നില്ലേ? ക്ഷണിക്കാതെ വന്ന ശ്രീകണ്ഠൻ എം പി സംസാരിക്കുകയായിരുന്നു വാർത്താലേഖകരുടെ ചോദ്യങ്ങളോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.